എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുരി ആവട്ടെ, അവൻ തേർഡ് കസുകക്കിനെ വെച്ച് സാക്കുറയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോ അടി അടിക്കുമ്പോ ഗ്രാൻമ ആവട്ടെ ഇപ്പൊ സാക്കുറയെ രക്ഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവസാനമായിട്ട് അവൻ പോയിസൺ ഗ്യാസ് അത് തുറന്നു വിടുമ്പോ സാക്കുറ ആവട്ടെ അറിയാതെ അതിൽ പെട്ടുപോവും. ഗ്രാൻമയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. സാക്കുറയ്ക്ക് എന്തു പറ്റിയെന്നറിയാതെ ഗ്രാൻമ വണ്ടറടിച്ച് നിൽക്കുമ്പോ അതേ സമയത്ത് ഇവിടെ ദേതുരയാവട്ടെ കാക്കാശി കുട്ടപ്പന്റെ പിന്നാലെ തന്നെ വേണ്ട വേണ്ടെന്നും പറഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ദേതുര ഇപ്പൊ വീണ്ടും അവന്റെ കയ്യിൽ നിന്ന് 2-3 ക്ലേ അത് പുറത്തേക്കെടുക്കും. അവൻ മനസ്സില് ഇപ്പൊ ഒരുപാട് സന്തോഷിക്കും. കാരണം ഓൾറെഡി അവന് ഗാരയുടെ പവർ കിട്ടി. ഇനി വീണ്ടും 9 ടൈൽ ചക്ര പവറുള്ള ആ ഒരു മോൺസ്റ്റർ അതിനെയും കൂടെ ഞാൻ സ്വന്താക്കാൻ പോവാണെന്ന് പറയുമ്പോ ഇവിടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ അലറിക്കാറിക്കൊണ്ട് തേതുരയുടെ തൊട്ട് പിന്നാലെ തന്നെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. തേതുര അവന്റെ ക്ലൗൺസിനെ അതിനെ വീണ്ടും 2-3 പക്ഷികളാക്കി മാറ്റി ആ 3 പക്ഷികളെയും ഇപ്പൊ പുറത്തേക്ക് പറത്തി വിടുമ്പോ അത് 3ഉം ഭീമാകാരമായിട്ടുള്ള പക്ഷികളായി മാറി ഇപ്പൊ കുട്ടപ്പനെ അട്ടിച്ചു തെറിപ്പിക്കും. കാക്കാശി ടെൻഷനായിട്ട് കുട്ടപ്പനെ നോക്കുമ്പോ ആ ഒരു പൊട്ടിത്തെറിയില് ഇപ്പൊ കുട്ടപ്പനെ കാണാനുണ്ടാവില്ല. അവിടെ മലയിടുക്കില് ഇപ്പൊ ഒരുപാട് മരങ്ങൾക്കിടയില് നമ്മുടെ കുട്ടപ്പൻ പിടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അവൻ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ വീണ്ടും വില്ലന്റെ അടുത്തൊരു പക്ഷി കുട്ടപ്പന്റെ നേർക്ക് ഇപ്പൊ പറന്നു വരും. അത് കണ്ട കാക്കാശി ആവട്ടെ ഒരു ബ്രഹ്മാണ്ഡ ബ്ലേഡ് എടുത്ത് അത് കറക്കി കറക്കി ആ ഒരു പക്ഷിക്ക് നേരെ വലിച്ചെറിയും. ബ്ലേഡ് കൊണ്ട് പക്ഷി അത് നിലത്തടിച്ചു വീഴുമ്പോ വില്ലനാവട്ടെ അടുത്ത പക്ഷിയെ ഇപ്പൊ കാക്കാശിക്ക് നേരെ അയക്കും. കാക്കാശി ഓടി വന്ന് ആ ഒരു പക്ഷിയെ തട്ടിത്തെറിപ്പിച്ച് അതിൽ നിന്ന് ഒരു വിധത്തില് ഇപ്പൊ രക്ഷപ്പെടും. അതുകൊണ്ട് ദേതുര അവൻ വീണ്ടും പോക്കറ്റിൽ കൈയെടുത്ത് ഇപ്പൊ ക്ലേ എടുക്കാൻ നോക്കും. പക്ഷെ അവന്റെ പോക്കറ്റിലുള്ള ക്ലേ അതിപ്പോ വളരെ കുറവാണ്. അവൻ ടെൻഷനായിട്ട് എങ്ങനെയെങ്കിലും എന്റെ കയ്യിലുള്ള ക്ലേ ഉപയോഗിച്ചുകൊണ്ട് കാക്കാശി ഓടിക്കണം. അതിനുശേഷം നറൂട്ടോ കുട്ടപ്പനെ അവനെ പിടിച്ചു കെട്ടി അവന്റെ ഉള്ളിലെ ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ പവർ അത് എത്രയും പെട്ടെന്ന് എനിക്ക് അബ്സോർബ് ചെയ്തെടുക്കണം. ഇവിടെ കുട്ടപ്പൻ അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല. അവൻ ട്രൗസറും പൊക്കി ഇപ്പൊ ദേതുരയുടെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷിക്കാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടി വരും. കാരണം അവൻ ഒരുപാട് മുൻപോട്ട് പോയ ആ ഒരു ട്രാൻസ്മിഷന്റെ കണക്ഷൻ അത് വിട്ടുപോകും. പിന്നീട് മൈഗൈനെയും കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല. അവൻ ആകെ ടെൻഷനായി കുട്ടപ്പന്റെ പിന്നാലെ തന്നെ ഇപ്പൊ മുൻപോട്ട് പോകും. ഇവിടെ മൈഗൈ പഠിച്ച പണി 18 നോക്കിയിട്ടും അവന്റെ ഓപ്പണന്റിനെ തകർക്കാൻ കഴിയില്ല. ഇനിയും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇവനെ അടിച്ചു തോൽപ്പിച്ച് എനിക്ക് കാക്കാഷിയുടെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞ് മൈഗൈ ആവട്ടെ അവന്റെ മുഴുവൻ പവറും എടുത്ത് ഇപ്പൊ അട്ടിക്കാൻ തുടങ്ങും. പക്ഷെ എന്താ അവന്റെ ഓപ്പണന്റും അതേ രീതിയിൽ തന്നെ ഇപ്പൊ തിരിച്ച് മൈഗൈ അടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ മറ്റൊരു വശത്ത് ഇപ്പൊ നെജി അവൻ റൊട്ടേറ്റ് ചെയ്ത് അടിക്കുമെങ്കിലും അവന്റെ ഓപ്പണന്റും ആ ഒരു ഫൈറ്റ് മനസ്സിലാക്കി ഇപ്പൊ റൊട്ടേറ്റ് ചെയ്ത് തന്നെ അവനോട് ഫൈറ്റ് ചെയ്യും. ടൺ ഒരുപാട് ബോംബുകള് ഇപ്പൊ അറഞ്ചം പുറഞ്ചും എറിയുമെങ്കിലും അവളുടെ ഓപ്പണന്റും ഇപ്പൊ വിട്ടുകൊടുക്കാതെ ഒരുപാട് ബോംബുകള് അവൾക്ക് നേരെ വലിച്ചെറിയും. ഇവിടെ റോക്ക്ലി അവൻ 100-110 ഓടുമ്പോ അവന്റെ ഓപ്പണന്റ് അവൻ കറങ്ങി തിരിഞ്ഞു വന്ന് ഇപ്പൊ റോക്ക്ലിയെ ഇടിച്ചു തെറിപ്പിക്കും. റോക്ക്ലി കറങ്ങി തിരിഞ്ഞ് അവനെ ഇടിക്കാൻ ശ്രമിക്കുമ്പോ അവൻ നൈസായിട്ട് ഇപ്പൊ അവിടുന്ന് എസ്കേപ്പ് ആവും. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ അവള് കഷ്ടപ്പെട്ട് ശ്വാസം അടക്കി സാസുരിയുടെ പോയിസൺ ഗ്യാസിൽ നിന്ന് ഇപ്പൊ തലനാരടക്കി രക്ഷപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഗ്രാൻമ പേടിച്ചു വരച്ച് ആളുടെ ചക്ര ത്രെഡ് ഇട്ട് അവളെ വലിച്ചെടുക്കാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്കും സാസുരി ആവട്ടെ അവനൊരു കയറിട്ട് കെട്ടി സാക്കുറ അവന്റെ അടുത്തേക്ക് ഇപ്പൊ വലിച്ചടുപ്പിക്കാൻ തുടങ്ങും. സാക്കുറ ശ്വാസം പിടിച്ച് മുറുക്കി നിൽക്കും. ഗ്രാൻമ സാക്കുറയുടെ പേര് വിളിച്ച് അവൾ ഒരുപാട് വലിക്കാൻ ശ്രമിക്കുമെങ്കിലും അവളെ പുറത്തെത്തിക്കാൻ കഴിയില്ല. സാക്കുറ ആവട്ടെ ഇപ്പൊ ശ്വാസം മുറുക്കെ പിടിച്ച് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കില് ഒരുപാട് തവണ അവളെ നറൂട്ടോ രക്ഷിച്ചു. ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് നറൂട്ടോ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ എങ്ങനെയെങ്കിലും പുറത്തു വരാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സാക്കുറ അവളുടെ കൈയെടുത്ത് ഇപ്പൊ പോക്കറ്റിലിട്ട് എന്തോ ഒരു സാധനം പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും. ഇവിടെ ഗ്രാൻമ അവന്റെ പോയിസൺ തീർന്നു, ഇനി എളുപ്പത്തില് അവളെ രക്ഷിക്കാമെന്ന് കരുതുന്ന അതേ സമയത്ത് സാസുരി വീണ്ടും ഇപ്പൊ ഒരുപാട് വിഷപ്പുക പുറത്തേക്ക് തള്ളാൻ തുടങ്ങും. ഗ്രാൻമ ഒന്നും നോക്കില്ല. അവളുടെ അടുത്തേക്ക് ഓടി വരുമ്പോ സാക്കുറ ആവട്ടെ ഒരു പേപ്പർ ബോംബ് ഇട്ട് പൊട്ടിച്ച് അവിടുന്ന് തെറിച്ച് പുറത്തേക്ക് വരും. അവൾ അടിച്ച് താഴെ വീഴുമ്പോ ഇപ്പൊ അവൾക്ക് ബോധം ഉണ്ടാവില്ല. ഗ്രാൻമ അവളെ കോരിയെടുത്ത് അവളെ ഉണർത്താനായിട്ട് ഒരുപാട് ശ്രമിക്കുമെങ്കിലും അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ കിടക്കും. അമ്മൂമ്മ അവളെ കമിഴ്ത്തിക്കെടുത്തി അവളുടെ മുതുകിൽ തട്ടാൻ തുടങ്ങും. സാക്കുറയ്ക്ക് ശ്വാസം തിരികെ കിട്ടും. അവള് ശ്വസിക്കാൻ തുടങ്ങും. മാത്രമല്ല
അവൾക്ക് ബോധവും വരും. ഗ്രാൻഡ്മ ഇപ്പോഴും അവള് ബോംബിട്ട ആ ഒരു ഷോക്കിലാണ്. തൊട്ടടുത്ത് ഇത്രയും വലിയൊരു ബോംബിട്ട് അവളെ തന്നെ രക്ഷിച്ചു. ഗ്രാൻഡ്മ അവളുടെ ധൈര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോ ഇവിടെ സാക്കുറ ആവട്ടെ അവക്ക് കലി കയറി. അവള് സാസുരിയെ നോക്കി പറയും, എന്തൊക്കെയാണെങ്കിലും ഞാൻ വെറുതെ ഇരിക്കില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും കുട്ടപ്പനെ രോമത്തിൽ പോലും തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവള് വീണ്ടും ഇപ്പൊ സാസുരിയെ നേരിടാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. സാക്കുറ പറയും, എനിക്കൊരു പേടിയുമില്ല. ഒറോച്ചിമാറുവിനെ കുറിച്ച് എനിക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും അത് നീ പറയണമെന്ന് പറയുമ്പോ ഇവിടെ ദേദുര ആവട്ടെ ഇപ്പോഴും കുട്ടപ്പനെ ഇട്ട് ചുറ്റിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദേദുര കാക്കാഷിയുടെ കഥ കഴിക്കാനായിട്ട് ഇപ്പൊ ക്ലേ എടുത്ത് അത് വലിയ ഉറുമ്പാക്കി മാറ്റി അങ്ങനെ തന്നെ കാക്കാഷിക്ക് നേരെ വലിച്ചെറിയും. അത് കാക്കാഷിയുടെ അടുത്ത് നിന്ന് ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ നോ എന്ന് പറഞ്ഞ് അലറുമെങ്കിലും നമ്മുടെ കാക്കാഷി ആള് നറൂട്ടോ കുട്ടപ്പന്റെ മാസ്റ്ററാണ്. കാക്കാഷി നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പായി ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കുകയാണ്. കാക്കാഷിക്ക് മനസ്സിലാവും അവൻ ആവശ്യം നറൂട്ടോയെ മാത്രമാണ്. അതിനുവേണ്ടിയാണ് എന്നെ ഒഴിവാക്കാനായി അവൻ എന്നെ അപകടത്തിലേക്ക് തള്ളിയിടുന്നത്. നറൂട്ടോയെ ഒരിക്കലും അവന്റെ കൈ കിട്ടാൻ പാടില്ല. നറൂട്ടോയെ എങ്ങനെയെങ്കിലും സേഫാക്കി നിർത്തണമെന്ന് കാക്കാഷി ആലോചിക്കുന്ന അതേ സമയത്ത് ഇവിടെ ദേദുരയ്ക്ക് മനസ്സിലാവും അവന്റെ പ്ലാൻ ഒക്കെ തന്നെ ഇപ്പൊ കാക്കാഷിക്ക് പിടികിട്ടിയെന്ന്. ഇനിയും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഇവിടെ വെച്ച് തന്നെ ശരിപ്പെടുത്തണം. ദേദുര വീണ്ടും പോക്കറ്റിൽ കൈയിട്ട് ക്ലൗൺസ് എടുക്കാൻ നോക്കുമെങ്കിലും അവന്റെ ക്ലൗൺസ് ഇപ്പോ മുഴുവനായിട്ടും തീർന്നിട്ടുണ്ടാവും. അവന് കലി കയറി ഇപ്പൊ കാർഡ് എടുക്കാൻ നോക്കുന്ന അതേ സമയത്ത് ഇവിടെ ഗ്രാൻഡ്മ ആവട്ടെ രണ്ട് പപ്പടുകളെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ സാസുരിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സാസുരി അതുകൊണ്ട് വണ്ടർ അടിക്കും. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തില് മാസായിട്ട് ഗ്രാൻഡ്മ ഫൈറ്റ് ചെയ്യുന്നത് സാസുരി കാണുന്നത്. നിന്റെ തന്ത്രം എനിക്കിഷ്ടപ്പെട്ടു. എന്റെ അച്ഛന്റെ അമ്മയുടെ രൂപത്തിലുള്ള പപ്പടുകളെ ക്രിയേറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതിയോ? എന്നെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ കയ്യിൽ ചക്ര പവർ എടുക്കുമ്പോ സാക്കുറ ആവട്ടെ ഗ്രാൻഡ്മ ഉണ്ടാക്കിയ ആ ഒരു പപ്പടുകളിലേക്ക് ഇപ്പൊ തുറിച്ചു നോക്കും. ഗ്രാൻഡ്മ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ചെറുപ്പത്തിൽ ആദ്യമായിട്ട് സാസുരി പപ്പടുണ്ടാക്കിയ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവളുടെ മനസ്സിൽ മിന്നിമാഞ്ഞ് ഗ്രാൻഡ്മ ആവട്ടെ ഇപ്പൊ പ്രസന്റില് അവളുടെ രണ്ട് പപ്പടിനെ ഒന്നാക്കി അതുപയോഗിച്ച് ഇപ്പൊ ചാടിക്കറങ്ങി സാസുരിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. സാസുരി തേർഡ് കസികക്കിനെ വെച്ച് ഇപ്പൊ ഗ്രാൻഡ്മയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ ഗ്രാൻഡ്മ അവളുടെ ചക്ര ത്രെഡ് ഉപയോഗിച്ചും അവള് ക്രിയേറ്റ് ചെയ്ത ആ രണ്ട് പപ്പടുകൾ ഉപയോഗിച്ചും ഇപ്പൊ സാസുരിയായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ആ ഒരു ഫൈറ്റിന്റെ ഒടുവില് ഇപ്പൊ തേർഡ് കസികക്കിന്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇപ്പൊ തകർന്ന് തരിപ്പണാവും. അതുപോലെ തന്നെ ഇപ്പൊ ഗ്രാൻഡ്മയുടെ പപ്പടുകളുടെ ആയുധവും അതും തകർന്നു പോവും. സാസുരിക്ക് കലി കയറി അവനാവട്ടെ അവന്റെ ബെസ്റ്റ് മൂവ് ഇപ്പൊ പുറത്തെടുക്കും. അവൻ ആ തേർഡ് കസികക്കിന്റെ വാ അത് തുറപ്പിക്കുമ്പോ അതിന്റെ അകത്ത് നിന്ന് ഇപ്പൊ മണ്ണ് പോലെ എന്തോ ചിലത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കാണുമ്പോ ഇപ്പൊ ഗ്രാൻഡ്മ ഷോക്കാവും. ഇത് തേർഡ് കസികക്കിന്റെ ബ്രഹ്മാണ്ഡ ജിപ്സു ആണ്. ഈ ഒരു ജിപ്സുവിനെ ആർക്കും നേരിടാൻ കഴിയില്ല. ഇത് വളരെ അപകടമേറിയതാന്ന് പറയുമ്പോ ഇപ്പൊ സാക്കുറ ആവട്ടെ ടെൻഷനായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാൻഡ്മയോട് ചോദിക്കാൻ തുടങ്ങും. അതിന് ഗ്രാൻഡ്മ പറയും, സാൻഡ് വില്ലേജിൽ തന്നെ എല്ലാവരും പേടിക്കുന്ന ഒരേ ഒരു ജിപ്സു, ആ ഒരു ജിപ്സു ആണിത്, അയൺ സാൻഡ് ജിപ്സു. അത് കേട്ട് ഇപ്പൊ സാക്കുറ പേടിച്ച് വിറച്ച് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.